നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ കരിങ്കോഴി പിള്ളേരുടെ തൊപ്പികളൊക്കെ നൈസായിട്ട് മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. പ്രായപൂർത്തിയാവുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. അതോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പൂച്ചയുടെ സൗണ്ട് കേട്ടിട്ട് അവിടെ പോയിരുന്ന ഒരു പഴയ ബമ്പർ എടുത്ത് മാറ്റി നോക്കിയപ്പോഴാണ് 2 പൂച്ച കുഞ്ഞുങ്ങൾ. അങ്ങനെ മര്യാദയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇവർ ഇപ്പോൾ കാണുമ്പോൾ ക്യൂട്ടായിട്ട് തോന്നുമെങ്കിലും ഫ്യൂച്ചറിൽ നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ മുട്ടയൊക്കെ അടിച്ചു മാറ്റി തിന്നാനും അവരെ കൊല്ലാനും ഈവൻ മാത്രം മതി, പൂച്ചകൾ മാത്രം മതി. അങ്ങനെ എന്തായാലും അത് കഴിഞ്ഞിട്ട് തപ്പി നടന്നപ്പോഴാണ് യാദൃശികമായിട്ട് ഒരു ടീം ഇവിടെ വന്ന് മുട്ട കൂട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു രംഗം കണ്ടത്. എന്നാൽ കറക്റ്റായിട്ട് മുട്ട ഇട്ടിട്ട് അതൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ അത് നമ്മളപ്പോഴേ പ്രോപ്പറായിട്ട് ഇൻക്യുബേറ്റർ കയറ്റിന്. ഇതിനിപ്പോൾ വിരിയോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. എന്തായാലും ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി നമ്മൾ ഇൻക്യുബേറ്ററിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ചാമ്പക്കയൊക്കെ വിളഞ്ഞ് വാടി പഴുത്ത് വീഴാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് കുലുക്കിയിട്ടിട്ട് നമ്മുടെ പിള്ളേരെ വലിച്ചു വരുത്തി തീറ്റ കൊടുക്കാമെന്ന് കരുതി. കാര്യം വെറുതെ വേസ്റ്റായി പോകുന്നതിനേക്കാൾ നല്ലത് അതല്ലേ എന്ന് കരുതിയിട്ട് അവരെ വിളിച്ചു വരുത്തി തീറ്റ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ വന്ന് കൊത്തി പറിച്ചുകൊണ്ട് ഓടുന്നുണ്ടെങ്കിലും ചിലരൊക്കെ വന്ന് ഒന്നും മടിച്ച് നിന്നിട്ടാണ് കൊത്താനായിട്ട് ഓടി വരുന്നത്. എന്തായാലും തറ വീണ് ഒരു 5-10 മിനിറ്റിനുള്ളിൽ സാധനം കാലിയായി കിട്ടുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി അഥവാ കാലിയായില്ലെങ്കിൽ പോലും നമ്മൾ നമ്മുടെ VSF ലാർവയ്ക്ക് വേണ്ടി ഇപ്പോൾ ഇടിച്ചു വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് വീപ്പയിലേക്ക് നമ്മളിതെല്ലാം കൂടെ പറക്കി കൊണ്ടിടും. എന്നിട്ട് നമുക്ക് എത്രത്തോളം ലാർവ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യും. കഴിഞ്ഞ വട്ടം നമ്മൾ ഇട്ടിരുന്നതിനകത്ത് ലാർവകളൊക്കെ കിട്ടിയെങ്കിലും അതിനകത്ത് നമ്മൾ കുറച്ച് വേസ്റ്റ് ഇട്ടിരുന്നത് രാത്രി പട്ടി വന്ന് തള്ളിയിട്ടിട്ട് ആ വീപ്പ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് വീണ്ടും രണ്ടാമത്തെ റൗണ്ടായിട്ട് നമ്മൾ കുറച്ച് വേസ്റ്റും അതോടൊപ്പം തന്നെ ഫ്രൂട്ടിൻ്റെ തൊലിയും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. എലിയല്ല കേട്ടോ, തൊലിയെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. അതിനി എങ്ങനെ വരുമെന്ന് എന്തായാലും നോക്കാം. അപ്പോൾ ഇവിടെ വന്ന് കണ്ട പിള്ളേരെല്ലാവരും കൂടെ അവർക്ക് വേണ്ടുന്ന ജാമ്പയ്ക്കെല്ലാം കൊത്തിപ്പറക്കിക്കൊണ്ട് ഓടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ തൊട്ട് പിന്നാലെ ചെയ്യുന്നതായിരിക്കും. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഇവരുടെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ കവറപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇവിടെ മുട്ട ഇടാനിരിക്കുന്ന ഇദ്ദേഹത്തിനെ കണ്ടത്. എന്നാൽ പിന്നെ മുട്ടയും കൂടെ കളക്ട് ചെയ്തുകൊണ്ട് പോകാമെന്ന് കരുതി. മുട്ട എടുക്കാൻ ചെന്നപ്പോൾ അമ്മാതിരി ആക്രമണമാണ്. തൻ്റെ മുട്ട എടുക്കാൻ വരുന്ന എന്നെ എന്തോ വലിയ ശത്രുവിനെ പോലെയാണ് ആക്രമിക്കുന്നത്. എന്നാൽ ഇവളെ ഇതുപോലെ മുട്ട എടുത്തുകൊണ്ട് പോയി വിരിയിച്ചിട്ടാണ് ഈ ജീവൻ കൊടുത്തതെന്ന് ഇവൾ ഓർക്കുന്നുമില്ല. എന്തായാലും അഹങ്കാരിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ പണി ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവളുമായിട്ട് ബഹളം ഉണ്ടാക്കി അടിയുണ്ടാക്കി കുറേയേറെ കൊത്തുകൊണ്ടിട്ടാണെങ്കിലും മുട്ടയും കളക്ട് ചെയ്തുകൊണ്ട് നേരെ ഇൻക്യുബേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒത്തിരി സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഏത് ഇൻക്യുബേറ്ററാണ് യൂസ് ചെയ്യുന്നത്, ഇൻക്യുബേറ്റർ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ പരിപാടികൾ എങ്ങനെയൊക്കെയാണെന്നാണ്. അതോടൊപ്പം തന്നെ മുട്ടകൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നും ചോദിച്ചിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നേരത്തെയും പങ്കുവച്ചിട്ടാണ്, ഒരിക്കൽ കൂടെ പങ്കുവയ്ക്കാം. അതോടൊപ്പം തന്നെ മുട്ടകൾ തൽക്കാലം അവൈലബിൾ അല്ല, അതിൻ്റെ വിശേഷങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ ഒറ്റയ്ക്ക് ഇന്ന് പണിയെടുക്കുന്നുണ്ട്. ശരിക്കും ഇദ്ദേഹം പണിയെടുക്കുകയല്ല, സോഫയിൽ മുട്ടയിടാൻ വന്നിരുന്നപ്പോൾ ഓടിച്ചു വിട്ടതാണ്. നമ്മൾ പോകുന്ന ഗ്യാപ്പിൽ അകത്ത് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്.